കുമ്പസാരത്തിന് നിങ്ങൾക്ക് പേപ്പർ ഉപയോഗിക്കാതിരിക്കാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ഞാൻ അച്ഛനത് അഭിപ്രായങ്ങൾ പറയില്ല. ചില അച്ഛന്മാർ കുമ്പസാരത്തിന് പേപ്പർ ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നവരുണ്ട്. ഞാൻ അതിൽ രണ്ടും കാണുന്ന രണ്ട് നന്മകൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി എന്നതിൻ്റെ അടയാളമാണ് പേപ്പർ. ഓക്കെ, ഈ പേപ്പർ എടുത്താലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാമോ? അടുത്ത കുമ്പസാരത്തിലും ഈ പേപ്പറിൽ എഴുതിയത് തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് അതിനകത്ത് അപകടമാണ്. ഹല്ലേലൂയ. അതായത് പേപ്പർ എടുത്ത് നമ്മൾ എഴുതി പിന്നെ അങ്ങോട്ട് അയാൾക്ക് അത് എഴുതുകയാണെന്ന് പറയുന്ന പോലെയാണ് എല്ലാ കുമ്പസാരത്തിലും ഇത് അവിടെ ഏതോടെ ഇൻസൾട്ട് വരാൻ സ്ഥിര പരിപാടി. അപ്പം പേപ്പറിൻ്റെ അകത്ത് ഒരുക്കവുമുണ്ട്, അതിനകത്ത് അവഗണനയുമുണ്ട് തിരിച്ചറിയുക. ഇനി രണ്ടാമത്തേത്, നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിക്കാൻ നന്നായിട്ട് ഒരുങ്ങി നിങ്ങൾ പോകുന്നു, പേപ്പറൊന്നുമില്ല, അവിടെ ചെന്നു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു പോയി കുമ്പസാരിക്കാം. ഒരു ഗുണം എന്താണെന്നറിയാമോ? ആ സമയത്ത് ചില കാര്യം ദൈവം വെളിപ്പെടുത്തി തരും. നിങ്ങൾ മനസ്സിൽ പോലും ഓർക്കാത്ത ചില കാര്യങ്ങൾ ആ മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് തമ്മിലെ മനസ്സിലേക്ക് ഇട്ട് തരും. അത് കിട്ടണമെങ്കിൽ നമ്മൾ പേപ്പറില്ലാതെ പോകാം. പക്ഷെ ഒരുക്കം പ്രധാനമാണ്. ഒരുങ്ങാതെ ചെന്നിട്ട് തത്താവിത്ത കളിക്കരുത്. നന്നായിട്ട് ഒരുങ്ങി ചെല്ലുക. പേപ്പർ ഉപയോഗിച്ചോ കുഴപ്പമില്ല, ഞാനൊന്നും പറയണില്ല. ആ പേപ്പർ ശീലമാക്കരുത്. പിന്നെ അങ്ങോട്ട് കയറിയിട്ട് പിന്നെ കുമ്പസാരം ഒരു ദുശീലമാണ്. അതിങ്ങനെ ആ പണ്ട് സിസ്റ്റർ പഠിപ്പിച്ച പാപങ്ങളാണ് ക്രമമെങ്കിൽ ഇപ്പം ഈ പേപ്പറിൽ എഴുതിയതാണ് പിന്നെ അങ്ങോട്ടെല്ലാം. കാരണം നമ്മൾ പ്രശ്നം എന്തറിയോ? ഇപ്പം നമ്മൾ കുറച്ച് പാപങ്ങൾ എഴുതി വെച്ചു. അടുത്ത കുമ്പസാരത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ പാപങ്ങളുടെ ലിസ്റ്റാണ്. അത് മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം. ഹല്ലേലൂയ.